എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എന്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ ഇന്റേൺഷിപ്പുകൾ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എക്സാമോ ഇന്റർവ്യൂയോ ഒന്നും തന്നെ ഇല്ലാതെ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരുടെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇന്റേൺഷിപ്പുകൾ വരുന്നത് ഓൺലി ഫോർ വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും, നിങ്ങൾ NGO-യിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഈ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ്. ഈ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. ഇവിടെ ഈ ഇന്റേൺഷിപ്പിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2 മാസമാണ്. ഇവിടുത്തെ സ്റ്റൈപ്പൻഡിന്റെ പേയ്മെന്റ് ആണ് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ മന്ത്ലി നിങ്ങൾക്ക് 20,000 രൂപയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാ മാസവും അവർ ഇന്റേൺഷിപ്പ് വിളിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ മാസവും 1st and 10th ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ മാസവും ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഇന്റേൺഷിപ്പുകളും വർക്ക് ഫ്രം ഹോം ജോലികളും അല്ലാത്ത ജോബ് അപ്ഡേറ്റ്സും എല്ലാം അറിയാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്താവുന്നതാണ്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇന്റർഫേസ് കടന്നു വരും. ഇവിടെ നിങ്ങൾക്ക് ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ വെബ്സൈറ്റ് ആണിത്. ഓക്കെ, ഇതിലാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിലും, നിങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റി ആണെങ്കിലും, നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആണെങ്കിലും, നിങ്ങൾ ടീച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നോൺ ടയർ 1 ഗ്രാമങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിലും, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. കൂടെ ഇന്ത്യനുകൾ തിരഞ്ഞെടുപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഇത് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓരോ പരിപാടികളൊക്കെ കാണും. മന്ത്രാലയത്തിന്റെ കീഴിൽ ഓരോ പരിപാടികൾ കാണും. ഇവരുടെ മന്ത്രാലയത്തിന്റെ കീഴിൽ ഓരോ പരിപാടികളാണ്. അതിൽ അവർ അവരുടെ പ്രൊജക്റ്റുകളിൽ അവരുടെ ഓരോ പ്രൊജക്റ്റുകളുണ്ട്. അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സജീവമായി നിങ്ങളത് ഉന്നയിക്കാനും നിങ്ങളെ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. ഇവർക്ക് കൂടുതൽ അസൈൻമെന്റുകൾ നിങ്ങളിലൂടെ നടപ്പിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ ദൈർഘ്യം കൊടുത്തിട്ടുണ്ട്. 2 മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. മാസം ഇവർ പുതിയ ബാച്ചുകൾ വിളിച്ചുകൊണ്ടിരിക്കും. ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, ഓരോ ബാച്ചിൽ 20 ആൾക്കാർ വരെ കാണും. ഇവർ നിങ്ങൾക്കൊരു ജോലി ഓഫർ ഒന്നുമല്ല തരുന്നത്, നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പും കാര്യങ്ങളാണ് തരുന്നത്. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് മന്ത്ലി 20,000 രൂപ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇവർ പറയുന്ന സ്ഥലത്ത് എത്തേണ്ടി വരും. ആ സ്ഥലത്ത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന, ഏത് ടിക്കറ്റാണോ ബുക്ക് ചെയ്യുന്നത്, അതിൻ്റെ AC ആണോ ഏതാണോ അതിൻ്റെ കോസ്റ്റ് ഇവരെടുക്കും. റിട്ടേണും അതിൻ്റെ കോസ്റ്റ് ഇവരെടുക്കും. നിങ്ങൾക്കിത് ഡൽഹിയിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യം നിങ്ങൾ നേരത്തെ പോയാൽ, ഒരു 2 ദിവസം മുന്നേ പോയാലേ അവർ തരുള്ളൂ. അത് സ്ഥിരം അവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ കാണും. ഉദാഹരണം, ജൂൺ 1 മുതലാണ് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾ മെയ് 30-ന് മുന്നേ അവിടെ എത്തണം. എങ്കിൽ മാത്രമേ ഹോസ്റ്റൽ സൗകര്യം കാണത്തേയുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യവും നിങ്ങളുടെ ഇരിക്കാനുള്ള സ്ഥലവും സ്റ്റേഷനറി പുതിയ സാധനങ്ങളെല്ലാം ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇതിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഗൈഡ് ലൈൻസ്, ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഗൈഡ് ലൈൻ കാണാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ആണ് കഴിഞ്ഞ
കാൻഡിഡേറ്റ് ആഗസ്റ്റ് സെപ്റ്റംബറിൽ അവരുടെ ലിസ്റ്റാണിത്. അടുത്തിട്ട് ഇതാണ് അവരുടെ ലിസ്റ്റ് വരുന്നത്. അടുത്തത് ഈ 2 നവംബർ വരെയുള്ളത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് 1 തൊട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇന്ന് തൊട്ട് 10 വരെയുള്ള ഡേറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഈ ഇന്റേൺഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് വരുന്നതെന്നും ഇവിടെ നിങ്ങൾക്ക് എത്ര പേയ്മെന്റ് കിട്ടും, നിങ്ങളുടെ സാലറി എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്റേൺഷിപ്പുകൾ റിലേറ്റഡ് ആയിട്ടുള്ളതും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ളതും ജോബ് അപ്ഡേറ്റ്സും കൂടുതലായിട്ട് അറിയാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.